എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന എല്ലാവരും ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ്. ആദർശം നയനും ഹണിമൂൺ ട്രിപ്പ് പോവാണ്. കുറച്ചു നാൾ മുമ്പ് വരെ അവർക്ക് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും ദേവേനെ തട്ടിത്തെറിപ്പിക്കുമായിരുന്നു. അവസാനം ദേവേനയുടെ അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടിയിട്ട് അവർ ഹണിമൂൺ ട്രിപ്പ് പോകുന്നു, ആദ്യരാത്രി ആഘോഷിക്കുന്നു. അതിന്റെ സംഭവ ബഹുലമായ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കടന്നു പോകുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് സന്തോഷകരമായ ദിനങ്ങളായിരിക്കും. മരുമോളും അമ്മായിമ്മയും അങ്ങനെ ഒന്നിക്കുവാണല്ലോ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ആദർശ അവസാനം നയനോട് പറയാണ് ഒരു ഡോക്ടറെ എത്രയും പെട്ടെന്ന് പോയി കാണണം. ഇത്രയും നാളായിട്ടും നമ്മൾ ഡോക്ടറെ ഒന്നും കാണാൻ പോയിട്ടില്ല, നമ്മളൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നിട്ടില്ലോ എന്നൊക്കെ. നയനയ്ക്ക് അതൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു നാണമൊക്കെ വന്നു. കാരണം കല്യാണം കഴിഞ്ഞ് വർഷം ഒന്ന് കഴിഞ്ഞു, പക്ഷെ ഇതുവരെയായിട്ടും അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ടും ജീവിച്ചിട്ടില്ല. പിന്നെ നയന അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും നവ്യ അങ്ങോട്ട് വന്ന് ചോദിച്ചു, എന്ത് പറ്റി, ഭയങ്കര ഒരു നാണമൊക്കെ മുഖത്തുണ്ടല്ലോ എന്ന് ചോദിക്കണേ. ഒന്നുമില്ലാന്ന് പറയാ. എനിക്ക് മനസ്സിലായി, ആദർശേട്ടൻ മലയ്ക്കൊക്കെ പോയിട്ട് വന്നില്ലേ, അപ്പൊ നീ വന്നതിന്റെ സന്തോഷം ആദർശേട്ടന് കാണുമായിരിക്കും, ആദർശേട്ടൻ ഇപ്പൊ വിളിച്ചു കാണുമല്ലേന്ന് ചോദിക്കണം. ഇത് കേട്ടതും നയന പറഞ്ഞു അതേന്ന് പറയണം. പെട്ടെന്ന് നവ്യ പറഞ്ഞു, എന്റെ ജീവിതത്തില് ഇനിയിപ്പൊ അങ്ങനെയുള്ള സന്തോഷങ്ങളുണ്ടോ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം അബി ഇനി എന്നെ ഒരിക്കലും സ്നേഹിക്കാനായിട്ട് പോകുന്നില്ല. ഞങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ആ കല്യാണത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണത്തിന് ശേഷം അതൊക്കെ പോയി. പക്ഷെ നിങ്ങൾ തമ്മിൽ അങ്ങനെയല്ല. കല്യാണത്തിന്റെ സമയത്ത് അടിയായിരുന്നെങ്കിലും ഇപ്പോഴങ്ങനെയല്ല. നിങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട നയന പറഞ്ഞു, അത് ശരിയാ, ആദർശനോട് എനിക്കിഷ്ടം, അതുപോലെ തന്നെ ആദർശേണ്ണ എന്നെ ഇഷ്ടം. ഇത്രയും നാള് അമ്മയൊരു ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെ ഇല്ലെന്ന് പറയുകയാണ്. പിന്നീട് ആദർശ് വൈകുന്നേരം വീട്ടിലേക്ക് വരിക. വൈകുന്നേരം വീട്ടിൽ വരുന്ന സമയത്ത് കുറെ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചോണ്ടാ വരുന്നേ. മുറിയിലേക്ക് വന്നിട്ട് നയനയ്ക്ക് മുല്ലപ്പൂ കൊടുക്കുകയാണ്. മുല്ലപ്പൂ കൊടുത്തപ്പോ നയന പറഞ്ഞു, ഇതേ അമ്മയ്ക്ക് വാങ്ങിയിട്ടുണ്ടോന്ന് ചോദിക്കാം. അമ്മയ്ക്കുള്ള ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ പിന്നെ അത് മതി, ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട്. കാരണം കഴിഞ്ഞ തവണയ്ക്ക് എങ്ങനെയായിരുന്നു, മുല്ലപ്പൂ വാങ്ങിച്ചു കഴിഞ്ഞപ്പോ നയനയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒച്ചപ്പാടും ബഹളം. അവസാനം നയനയുടെ തലയിരുന്ന മുല്ലപ്പൂ വരെ പിച്ചി ചീന്തി കളഞ്ഞു. ആ ഒരു പേടി, ഉൾഭയം നയനയുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നയനെ അങ്ങനെ പറഞ്ഞത്. പിന്നീട് നയനയുടെ മുടിയിലേക്ക് ആദർശം മുല്ലപ്പൂ വെച്ചു കൊടുക്കുകയാണ്. മുല്ലപ്പൂ വെച്ചു കൊടുത്ത് അതിനുശേഷം അതൊന്ന് മണക്കുവാണ്. നയനയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പിന്നീട് നയന പറഞ്ഞു, അതെ അമ്മയ്ക്ക് മുല്ലപ്പൂ ഉണ്ടെ കൊടുത്തേക്കാൻ പറയണം. അങ്ങനെ ആദർശം മുല്ലപ്പൂ ആയിട്ട് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി മുറിയിലുണ്ടായിരുന്നു. മുല്ലപ്പൂ കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേവേനി ചോദിച്ചു, എന്താടാ പതിവിലും വിപരീതമായിട്ട് മുല്ലപ്പൂ? അല്ല, അത് പിന്നെ ഞാന് നയനയ്ക്ക് വാങ്ങിയായിരുന്നു, അപ്പൊ അമ്മയ്ക്കും നയനയ്ക്കൂടെ വാങ്ങി അത് തരാൻ വന്നാന്ന് പറയണ. എനിക്കിപ്പം മുല്ലപ്പൂവിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണ. അതെന്തമ്മേ, നീ വേണമെങ്കിൽ അവൾക്ക് കൊടുത്തേക്കാൻ പറയാം. അവൾക്ക് വേണ്ടമ്മേ, അവൾക്കുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ ദേവേനിക്ക് എന്തോ നയനയ്ക്ക് കൊടുക്കാനായിരുന്നു താല്പര്യം. ദേവേനി ഇത് പറയുന്ന കേട്ടപ്പോ ആദർശിന് അത്ഭുതമാ തോന്നിയത്. ഇന്നലെ വരെ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന, പക്ഷെ ഇന്ന് ആണ്ടെ ഇപ്പൊ അവൾക്ക് കൊടുക്കാനൊക്കെ പറയുന്നു. എന്റെ അയ്യപ്പസ്വാമി, നിന്റെ അനുഗ്രഹം, നിന്റെ അടുത്ത് വന്ന് മല ചവിട്ടി കഴിഞ്ഞപ്പോ ഇത്രയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിച്ച കാര്യമല്ല. അമ്മയ്ക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നയനയോട് ഇഷ്ടമില്ലെങ്കിലും അവളെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല ഇപ്പൊ. അങ്ങനെ ഒരു ചിന്ത ആദർശിന്റെ മനസ്സിലേക്ക് വരിക. പിന്നീട് മുറിയിലേക്ക് എത്തിക്കഴിയുമ്പം നയന ഇങ്ങനെ മുല്ലപ്പൊക്കെ ചൂടി ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ആദർശം എന്ത് ചെയ്യണം, അവളെ കയ്യിൽ ഇങ്ങനെ കോരി എടുക്കുവാണ്. നയന പറഞ്ഞു, ആദർശേട്ട വിടാൻ പറയാണ്. അങ്ങനെ ഞാൻ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ട് നയനെ കോരി എടുത്ത് വട്ടം കറക്കണം. അപ്പോഴാണ് നവ്യ ആ വഴിക്ക് വരുന്നത്. നവ്യയെ കാഴ്ച കണ്ടു. നവ്യക്ക് ഒരു നിമിഷം എന്തോ പോലെ പെട്ടെന്ന് നവ്യ അങ്ങോട്ട് മാറിപ്പോവാണ്. നവ്യയുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നാളൊക്കെ ആണെങ്കിലും അബിക്ക് എന്തൊരു സ്നേഹമായിരുന്നു. പക്ഷേ എങ്കില് താന് ഒന്നുമില്ലാത്തൊരു കുടുംബത്തിൽ നിന്നാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തൊട്ട് അവൻ ഇങ്ങനെ ഒരു സ്വഭാവക്കാരൻ എന്ത് ചെയ്യാൻ പറ്റും? തന്റെ തലവര വയറ്റൊരു കുഞ്ഞുണ്ടായിപ്പോയി. അല്ലെങ്കിൽ ഇപ്പൊ തനിക്ക് കിട്ടാത്ത സ്വാഭാവികം തന്നെ അനിയത്തേക്ക് കിട്ടുന്നുണ്ടല്ലോ. ആ ഒരു ചിന്ത നവ്യയുടെ മനസ്സിലുണ്ടായിരുന്നു. പഴയ നവ്യയാണ് അങ്ങനെയൊന്നും അല്ല, കട്ടക്കലിപ്പായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. നയനയ്ക്ക് ഈ സൗഭാഗ്യം കിട്ടിക്കഴിയുമ്പോ നവ്യക്ക് ഭയങ്കര സന്തോഷം. ഇനി കുഴപ്പമില്ല, ആദർശമായിട്ട് നയനെ ഒന്നായിക്കോളും, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ തീരും. അങ്ങനെ ഒരു കണക്കൂട്ടലായിരുന്നു. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ആദർശ് നയനയോട് പറഞ്ഞു, അല്ല നമ്മള് ഹണിമൂൺ ട്രിപ്പ് പോകാനിരുന്ന സമയത്തല്ലേ അന്ന് അമ്മ മലയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് മാലയൊക്കെ ഇടിയിച്ചേ, ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ട്രിപ്പ് പോയാലോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം നയന പറഞ്ഞു, അല്ല അത് പിന്നെ ആദർശേട്ടാ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പിന്നെന്താ, എന്നാ നമുക്ക് പോയാലേ, ഇപ്പൊ നിനക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വേറെ ഇല്ലെന്ന് പറയാ. ഇല്ല, എനിക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അമ്മ സമ്മതിക്കുമോ? അന്ന് പോകാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നതല്ലേ, അതുകൊണ്ട്
അത് വേണോ ആദർശേട്ടാ? അമ്മയ്ക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ പോയാൽ മോശമല്ലേന്ന് ചോദിക്കാം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ അമ്മയോടൊന്ന് അവതരിപ്പിച്ച് നോക്കാൻ കാര്യം, അമ്മയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാലോ എന്നും പറഞ്ഞിട്ട് ആദർശ് ദേവേന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് ദേവയാനോട് ഒരു യാത്ര പോകുന്ന കാര്യം പറയണം നയനയും കൂട്ടിക്കൊണ്ട്. ഇത് കേട്ടപ്പോ ദേവയാനി പറഞ്ഞു, അല്ല ഇത് ആരുടെ ബുദ്ധിയാന്ന് ചോദിക്കുകയാണ്. അല്ല നയനയ്ക്ക് അങ്ങനെ ആഗ്രഹമുണ്ട് എവിടെ ഒരു യാത്ര പോണെന്ന്. എന്നാണ് ഞങ്ങള് പുറത്ത് പോകണമെന്ന് വിചാരിച്ചിരുന്ന സമയത്തല്ലേ മലയ്ക്ക് പോയിട്ട് മാലയിട്ടെ. അപ്പൊ 41 ദിവസം വ്രതമൊക്കെ എടുത്ത് മലയ്ക്ക് പോയിട്ട് വന്നതല്ലേ അമ്മേ. അപ്പൊ അവളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് പുറത്ത് പോകാൻ കൊള്ളാന്നുണ്ട്. ആ യാത്ര മുടങ്ങുകയും ചെയ്തല്ലേ, അതുകൊണ്ട് ഒന്ന് പോകാൻ തീരുമാനിച്ചു. അമ്മയുടെ അഭിപ്രായം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ദേവേനെ പറഞ്ഞു, അല്ല സത്യം പറ, ഇപ്പൊ നയനയ്ക്കാണോ യാത്ര പോകണമെന്ന് ഇത്ര വലിയ അത്യാവശ്യം നിനക്കാണെന്ന് ചോദിക്കുക. അല്ല അത് പിന്നെ അമ്മ വേണ്ട വേണ്ട, ഇനി നീ കടന്ന് കൂടുതൽ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, എനിക്കറിയാം നിനക്കായിരിക്കുന്നു, അതുകൊണ്ട് പോയിട്ട് വാ രണ്ടുപേരും കൂടെ. ഇനിയിപ്പൊ ഞാനായിട്ടൊരു തടസ്സവും പറയുന്നില്ല, ഞാനായിട്ടല്ലേ അന്ന് യാത്ര മുടക്കിയത്, ഇനിയിപ്പൊ ഞാനൊരു തടസ്സവും പറയുന്നില്ലെന്ന് പറയാം. അത് കേട്ടതും ആദർശന് ലോകം കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു. പിന്നീട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്, ഈ കാര്യങ്ങൾ പറയാണ്, യാത്ര പോകുന്ന കാര്യം, മൂന്നാറിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ട്രിപ്പ് പോകാന്നുള്ള കാര്യം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, നന്നായിട്ട് വരട്ടെ, മുമ്പ് പോകാനായിട്ട് ഇരുന്ന സമയത്ത് യാത്ര മുടങ്ങി, ഇത്തവണ എന്താണല്ലോ ഉറപ്പായിട്ട് യാത്രയൊന്നും മുടങ്ങത്തില്ല, നിങ്ങൾ സന്തോഷമായിട്ട് പോയിട്ട് വരാൻ പറയാം. മുത്തശ്ശൻ പറഞ്ഞു, ചിലപ്പോൾ ഇപ്പോഴായിരിക്കും അതിനുള്ള സമയമായെന്ന് വിചാരിക്കാം, അറിയാലോ നിന്റെ ഒരു പേരക്കുഞ്ഞിനെ കൊഞ്ചിച്ചിട്ട് മരിക്കണമെന്ന് എൻ്റെ വസുന്ധരയുടെ ആഗ്രഹം, അത് ഉടനെ എങ്കിലും നടക്കുമെന്ന് ചോദിക്കാം. ആദർശ് പറഞ്ഞു, അല്ല അത് പിന്നെ മുത്തശ്ശ, അല്ല തുറന്നു ചോദിക്കുന്നോടെന്ന് തോന്നരുത്, ഇനി എങ്ങനെ അമാന്തിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി ഒരു ഡോക്ടറെ കാണണം, ഡോക്ടറെ കാണാൻ മടിക്കില്ലെന്ന് പറയണേ. അങ്ങനെ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ, മുത്തശ്ശന്റെ ആഗ്രഹം അധികം വൈകാതെ തന്നെ നടക്കുമെന്ന് പറയാണ്. പിന്നീട് ആദർശം അങ്ങോട്ട് പോയപ്പോഴത്തേനും മുത്തശ്ശി പറഞ്ഞു, കണ്ടില്ലേ അവന്റെ മുഖത്തെ സന്തോഷം, ഇത്രയും കാലം ഇല്ലാതിരുന്നൊരു സന്തോഷം, ദേവേനി പഴയതുപോലെ ഒന്നും അല്ല, എന്തൊക്കെയോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നയനമോളോട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല, നയനമോളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്നുണ്ട്, അവൾക്ക് കണ്ടറിഞ്ഞ് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. മുത്തശ്ശൻ പറഞ്ഞു, അവളുടെ മനസ്സ് നല്ലതാ, പക്ഷേങ്കിൽ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ നയനയോടുള്ള ദേഷ്യമായിരുന്നു മനസ്സറിയെ, അതുകൊണ്ടായിരുന്നു അവളെ എങ്ങനെയൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. സ്നേഹിച്ചാൽ അവൾ സ്നേഹിച്ചു കൊല്ലുന്നൊരു സ്വഭാവക്കാരിയാ, പക്ഷെ പെട്ടെന്ന് മാറ്റം വന്നാൽ എന്താണെന്നറിയത്തില്ല. ഇനിയിപ്പോൾ അവൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കും ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല, മരുമോളെ സ്നേഹിച്ചില്ലെങ്കിൽ ഒരു പക്ഷേങ്കിൽ ആദർശ് കൈവിട്ടു പോകുന്ന തോന്നിയതുകൊണ്ടായിരിക്കാന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, പറയാൻ പറ്റില്ലെന്ന് പറയണം. ഇങ്ങനെ അവർ ഹണിമൂൺ പോവാന്നുള്ള കാര്യം ജാനകിയും ജലജയൊക്കെ അറിയണം. ജലജ ഇത് കേട്ടപ്പോഴത്തേനും ജാനകിയുടെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുവാണ്. ജാനകി നീ വല്ല കാര്യം അറിഞ്ഞോന്ന് ചോദിക്കുക. എന്ത്? അവര് ഹണിമൂൺ ട്രിപ്പ് പോവാന്ന്. ആര്? ആദർശൻ നായനെ. ഓഹോ, അപ്പൊ അവര് ഹണിമൂൺ ട്രിപ്പ് പോവാല്ലേ? വെറുതെ അല്ല, എനിക്ക് തോന്നുന്നു ഇത് ഏട്ടത്തി പറഞ്ഞു വിട്ടായിരിക്കും തോന്നേ. അതേടം ജലജ പറഞ്ഞു, അല്ല ഏട്ടത്തി പറഞ്ഞുകൊണ്ട കാര്യം എന്താ, ഇവിടെ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, ഇപ്പൊ അവളുടെ എല്ലാ കാര്യങ്ങളും ഏട്ടത്തിയെ നോക്കുന്നത്. ഏട്ടത്തിക്ക് എന്തൊരു മനമാറ്റം അറിയാം, അവൾ എന്ത് ചെയ്താലും ഒന്നും പറയുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഹണിമൂൺ ട്രിപ്പ് പോകാൻ നേരത്ത് ഏട്ടത്തി തടസ്സപ്പെടുത്തിയില്ലേ, എന്നിട്ട് ഇത്തവണ എന്താ ഏട്ടത്തി ഒന്നും പറയാത്തെന്ന് ചോദിക്കാം. ജലജ പറഞ്ഞു, എനിക്കറിയത്തില്ല, പക്ഷേങ്കിൽ ഇത് കുറച്ച് കടന്നു കൈയായിപ്പോയി. അനാമികയും അനിയും കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ, എന്നിട്ട് അവര് ഹണിമൂണ് പോയെന്ന് ചോദിക്കണം. ഇത് കേട്ടതും ജാനകി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, ഹണിമൂൺ പോവാണെങ്കിൽ അവർക്കൂടെ തോന്നണ്ടേ, ഉന്തി തള്ളി വിടാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കാം. ആ നയനി എന്തോ ഒരു കൂടത്രം ചെയ്തിട്ടുണ്ട്, അതാണ് ഈ കുടുംബത്തിലെല്ലാരെയും അവര് കൈയടക്കി വെച്ചിരിക്കുന്നു പറയാം. നയന പിന്നീട് അങ്ങോട്ടേക്ക് വരുവാണ്. നയനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ വെച്ചു, സത്യം പറയടി, നീ എന്ത് തന്ത്ര പ്രയോഗിച്ചിരിക്കുന്നേ, ഇവിടെയുള്ള എല്ലാരും നീ കയ്യിലെടുത്തിട്ടുണ്ടല്ലോ, ഇപ്പൊ നിനക്ക് ഈ സമയത്ത് തന്നെ അങ്ങനെ യാത്ര പോണല്ലേ, ഏട്ടത്തേക്ക് വയ്യായിരിക്കണ സമയത്ത്. ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അത് പിന്നെ ഇപ്പൊ പോവാണെങ്കിൽ പിന്നെ വീട്ടിലെ പണിയൊന്നും എടുക്കണ്ടല്ലോ, സുന്ദരമായിട്ട് ഇരിക്കാലോ, അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വീട്ടിലത്തെ പണിയൊന്നും എടുക്കുന്നില്ല, എല്ലാം ചെയ്യുന്ന പാവ ഏട്ടത്തിയല്ലേ, വയ്യാത്ത ഏട്ടത്തി അടുക്കള കയറി എല്ലാം ചെയ്യുക, എല്ലാം ഇവിടെ ഒറ്റ എഴുത്തി കാരണം അടുക്കള കിടന്ന് ജോലി ചെയ്തോണ്ടിരുന്ന ഇപ്പൊ അവൾക്ക് ഹണിമൂൺ പോകണം പോലും എന്ന് പറഞ്ഞ് നയനെ കുറ്റപ്പെടുത്തുവാണ്. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ട് വന്നു. ദേവേനെ വന്നിട്ട് എന്താ ഒരു പ്രശ്നം എന്ന് ചോദിക്കുക. അല്ല ഏട്ടത്തെയും കൂടെ അറിഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുക ഇവര് യാത്ര പോന്നെ. അത് പിന്നെ പോയിട്ട് വരട്ടെ ജാനകി എന്ന് പറയണ. അല്ല ഏട്ടത്തി ഇത് എന്ത് ഭാവിച്ചെന്ന് ചോദിക്കും. അല്ല ഞാനായിട്ട് അവരുടെ യാത്ര മുമ്പ് മുടക്കി, ഇനിയിപ്പം ഞാനായിട്ട് തടയുന്നില്ല, ആദർശിന് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്, അല്ലാതെ ഇവൾക്ക് വേണ്ടിയിട്ടല്ല. ഇനിയിപ്പൊ ഇതിന്റെ പേരില് ആദർശ് പിണങ്ങിയിരിക്കോ മിണ്ടായിരിക്കോ ഒക്കെ ചെയ്താൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല, ഞാൻ ജീവിക്കുന്ന തന്നെ എന്റെ മകന് വേണ്ടിയിട്ടാ എന്നൊക്കെ പറഞ്ഞ് ദേവേനി പതുക്കെ തടി ഊരുവാണ്. കാരണം അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയങ്ങളൊക്കെ തോന്നി ജലജയ്ക്കും ജാനകിക്കും, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയണേ. പിന്നീട് നയനെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കനകയോടും ഗോവിന്ദനോടും ഈ സന്തോഷ വാർത്ത പറയണേ യാത്ര പോകുന്നത്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു, സന്തോഷകര വാർത്തയാണല്ലോ മോളെ, കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും അല്ലോ അല്ലേന്ന് ചോദിക്കണം. അങ്ങനെയൊന്നല്ലമ്മേ, ഈ പ്രാവശ്യം
അമ്മയ്ക്കും നല്ല സന്തോഷമാണെന്ന് തോന്നി. എന്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അമ്മ തടസ്സമൊന്നും പറഞ്ഞിട്ടില്ല. പോയിട്ട് വരാനാ പറയണേ. ഗോവിന്ദൻ പറഞ്ഞു, അതൊരു നല്ല കാര്യമാണല്ലോ മോളെ. എനിക്ക് തോന്നേ ഇനിയിപ്പം പഴയതുപോലെ ഒന്നും ദേഷ്യമൊന്നും നിന്നോട് കാണിക്കത്തില്ല നിന്റെ അമ്മായിമ്മ. നിന്നെ കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടക്കുമെന്ന് എനിക്ക് തോന്നേ. അങ്ങനെയൊന്നും തോന്നില്ല. എന്നോട് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് അധികം ഒന്നും കാണിക്കുന്നൊന്നും ഇല്ലാന്ന് പറയാം. കനക പറഞ്ഞു, ഇത്രയും കാലത്തെ പ്രാർത്ഥനയ്ക്കൊക്കെ ബലമുണ്ടായി. അവസാനം അങ്ങനെ നിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ നയനമോളെ. ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിക്കാല് കാണാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് സാധിച്ചു തരുമെന്ന് ചോദിക്കാം. നയന പറഞ്ഞു, അതൊക്കെ ദൈവത്തിന്റെ കയ്യിലമ്മയെന്ന് ചോദിക്കാം. ദൈവത്തിന്റെ പഴി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയണം. ഞാൻ പിന്നെ കൂടുതൽ നിന്നോടൊന്നും പറയണ്ടല്ലോ എന്ന് പറയാം. നയന പറഞ്ഞു, അമ്മയുടെ അച്ഛന്റെ ആഗ്രഹം ഉടനടി സാധിക്കുമെന്ന് പറയണം. അങ്ങനെ അവർ പോകാനുള്ള കാര്യങ്ങളൊക്കെ പായിക്കുകയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനാമയ്ക്ക് ഇരിക്കപ്പുറത്തി ഇല്ലാതായി. അനാമിക്ക് വെപ്രാളമായിപ്പോയി. അനാമിക നേരെ അനിയുടെ മുറിയിലേക്കല്ലോ. ഇവിടെ എനിക്കൊരു ഭർത്താവുണ്ട്, കാൽ കാശിന് കൊള്ളില്ല ഉണ്ടല്ലേ. കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി. അവർ രണ്ടുപേരും യാത്ര പോന്നു. ഇതുവരെയായിട്ട് എന്നെ ഒരു ഹണിമൂൺ ട്രിപ്പ് ഒരിടത്തേക്കും കൊണ്ടുപോയിട്ടില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ വിധി ഇതാന്ന് പറയാം. അനി പറഞ്ഞു, അതെ നീയും കൂടെ നന്നാവണം. ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഹണിമൂൺ ട്രിപ്പ് പോകണം പോലും അല്ല, വീട്ടിൽ പോലും ഇന്ന് വരെ ഒന്നിച്ചൊരു ആദ്യരാത്രി കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാ? നിന്റെ കയ്യിലിരിപ്പുണ്ട്. എന്നിട്ടാണോ നീ വലിയ ആള് കളിക്കണമെന്ന് ചോദിക്കണം. ദേ, ഹണിമൂൺ ട്രിപ്പ് പോവാണെങ്കിൽ ആദ്യം നീ നന്നാവാൻ നോക്ക്, എന്നിട്ടല്ലേ ട്രിപ്പ് പോന്ന് പറയണം. പെട്ടെന്ന് തന്നെ അനാമയോട്, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കണേ? കുഴപ്പം എന്താന്ന് ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഇവിടെ ഉണ്ടാക്കുന്ന അടി പോരാഞ്ഞിട്ടാണോ ഇനി വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി കിടന്ന് അടി ഉണ്ടാക്കാനായിട്ട്? അതിന്റെ കാര്യം എന്തായിരിക്കുന്നത്? പൈസ മുടക്കി വെറുതെ 2 ദിവസം യാത്രയും ചെയ്ത് പോയിട്ട് അവിടെ പോയി തല്ല് പിടിച്ചിട്ട് വരുന്നേക്കാളും നല്ലത് ഈ വീട്ടിലെ സ്വസ്ഥതയോട് സമാധാനത്തോടെ ഇരിക്കുന്നതല്ലേ. നിന്റെ കൂടെ യാത്ര വരണമെങ്കിൽ അതിനുള്ള മൂടൊന്നും എനിക്കില്ല. അത് മാത്രമല്ല, നിന്റെ കൂടെ എങ്ങനെയാ ഹണിമൂൺ ട്രിപ്പ് വരുന്നേ? രണ്ടുപേരും 2 ധ്രുവങ്ങളിലല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ അനാമ പറഞ്ഞു, എനിക്കറിയാം, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമല്ലെന്ന്. നിനക്ക് ആ നന്ദു വരുന്നെങ്കിൽ ഇപ്പൊ നീ തോളലെടുത്ത് വെച്ചോണ്ട് പോകത്തില്ലാരും ചോദിക്കുക. അനിയുടെ നിയന്ത്രണം വിട്ടു. ഇതേ അനാമികെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ കുറെ കാലം ഇത് പറയാൻ തുടങ്ങിയിട്ട്. നന്ദു വരാൻ ചിലപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കും. നന്ദുവിന്റെ സ്വഭാവം അത്ര നല്ലതാ, അല്ലാതെ നിന്നെ പോലെ വൃത്തികെട്ട സ്വഭാവമല്ലെന്ന് പറയണം. അത് കേട്ട അനാമിക്ക് ദേഷ്യം വന്നു. നിന്നെ ഞാൻ കാണിച്ചു തരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലു വിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. പിന്നീട് ആദർശ നയനയും കൂടെ ഹണിമൂൺ ട്രിപ്പ് പോവാണ്. 3 ആണ് അവര് ടൂറ് പോണേ. അങ്ങനെ അവർ കാറിൽ കയറാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ആദർശ് വണ്ടി എടുത്തു. അപ്പോഴേക്കും നയന കയറാൻ തുടങ്ങുവാണ്. നയന തിരിഞ്ഞു പോയി കഴിയുമ്പോഴത്തേനും ദേവേനി അവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ദേവേനിയുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകുക. ദേവേനി പെട്ടെന്ന് ഇങ്ങനെ കണ്ണീര് തുടയ്ക്കുന്ന നയന കണ്ടു. നയനയ്ക്ക് മനസ്സിലായി അമ്മയ്ക്ക് വിഷമം കൊണ്ട് പോകുന്നതിൽ അതൊരു പക്ഷേ ആദർശനെ പിരിഞ്ഞിരിക്കുന്നതിലായിരിക്കണം, അതോ ഇനി വേറെന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അമ്മ സന്തോഷത്തോടു വിട്ട യാത്ര അയക്കുന്നൊരു ചിന്ത നയനയുടെ മനസ്സിലേക്കും വരുവാണ്. പിന്നീട് അങ്ങനെ അവര് ഹണിമൂൺ ട്രിപ്പ് പോവാണ്. നയനയുടെ ജീവിതത്തിൽ അങ്ങനെ ആദ്യമായിട്ടാണ് ആദർശനോട് ഒപ്പമുള്ള ഇത്രയും വലിയൊരു യാത്ര തന്നെ നടത്തുന്നത്. അങ്ങനെ റൂമൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. അങ്ങനെ അവരുടെ ആദ്യരാത്രിയാണ് പിന്നെ കാണിക്കുന്നത്. അവരങ്ങനെ സന്തോഷകരമായിട്ട് അവരവരുടെ ആദ്യരാത്രി കൊണ്ടാടുവാണ്. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ നയനക്ക് കുഞ്ഞൊക്കെ പറക്കും. അതിന്റെ വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കുറെ കാലത്തിന് ശേഷം, 1 വർഷത്തിന് ശേഷമാണ് ആദർശം നയനെ ഒന്നായ ആദ്യരാത്രിയൊക്കെ അവരുടെ കഴിയുന്നത്. ഇനിയിപ്പോൾ അവരുടെ സന്തോഷകരമായ ജീവിതമാണ്. ഇനി എന്ത് വന്നാലും ദേവേനെ നോക്കിക്കോളും. കട്ട സപ്പോർട്ടുമായിട്ട് ദേവേനെ ഉണ്ടല്ലോ. ജലജേനും ജാനകിനെയും ഒക്കെ ഇനിയിപ്പം പൊളിച്ചടുക്കും. ജലജേടൻ ജാനകിയുടെ ഒക്കെ മുന്നിൽ വലിയ നാടകം കളിച്ച് നയനെ സംരക്ഷിച്ച് പിടിക്കും ദേവേനി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.